ഈ അപ്ഡേറ്റ് ഇറങ്ങിയിട്ട് നിങ്ങൾ സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നതായിരിക്കും ശരി. ഒരു സന്തോഷമുണ്ട്, ഒരു സങ്കടമുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഇൻവെസ്റ്റേഴ്സും കേരള ബ്ലാസ്റ്റേഴ്സും നിലവിലെ ഓണേഴ്സും ആയ മാഗ്നം കൺസോർഷ്യവുമായിട്ട് കൈമാറ്റ കരാറിന്റെ പേപ്പർ വർക്കുകളും കാര്യങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. പ്രാരംഭഘട്ടത്തിൽ കോൺട്രാക്ട് ഒക്കെ ഇൻവെസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ഓണേഴ്സ് ആയിട്ടുള്ള മാഗ്നം കൺസോർഷ്യത്തിന്റെ ഹെഡിന് സുപ്രീം കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതിൽ കുറച്ച് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇത് നമ്മൾ കുറച്ച് ദിവസം മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിപ്പം ആശിഷ് നേഗി ഒഫീഷ്യലി അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കൂടി ആരാധകരെ അറിയിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് ടേക്ക് ഓവർ എന്ന് പറയുന്നത് നിലവിൽ പോസിബിൾ അല്ല എന്നാണ് അറിയുന്നത്. ഇനി അവിടെ വരുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടെമ്പററി കോൺട്രാക്ട് സൈൻ ചെയ്തിട്ട് ചില പ്രത്യേക ക്ലോസസ് വെച്ചിട്ടുള്ള ഒരു കോൺട്രാക്റ്റിലൂടെ പുതിയ ഇൻവെസ്റ്റേഴ്സ് ക്ലബിനെ ഒരു 7-8 മാസത്തേക്ക് ടേക്ക് ഓവർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് കോൺട്രാക്ട് പ്രിപ്പയർ ചെയ്യാനാണ് പോകുന്നതെന്നാണ് അറിയുന്നത്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതിയ ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട്. മാഗ്നത്തിൽ നിന്നും പൂർണ്ണമായിട്ടുള്ള വിടുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ലഭിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യം. ഈ ദുർഭൂതം മാരണം പോലെ ബ്ലാസ്റ്റേഴ്സിന്റെ തലയിൽ കിടക്കുവാണ്. സോ പുതിയ ഇൻവെസ്റ്റേഴ്സിന്റെ കൈമാറ്റ കരാറിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് സന്തോഷ വാർത്തയാണ്. പക്ഷേ ഒരു നിയമപ്രശ്നം മൂലം ഒരു വിക്രമാദിത്യൻ്റെ തലയിലെ വേതാളത്തിനെ പോലെ മാഗ്നം തൂങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രശ്നവും കൂടിയാണ്. അപ്പം സന്തോഷം എന്താണെന്ന് വെച്ചാൽ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ലീഗൽ ഇഷ്യൂ ഒരു പ്രശ്നമായിട്ടിരിക്കുകയാണ്. ഒരു ടെമ്പററി ക്ലോസ് വെച്ചിട്ട് ഒരു 7-8 മാസത്തേക്കൊരു ടേക്ക് ഓവർ പോലൊരു സെറ്റപ്പിൽ കൂടി പുതിയ ഇൻവെസ്റ്റേഴ്സ് ക്ലബിനെ ഏറ്റെടുക്കും എന്നാണ് അറിയുന്നത്. ഇത് ആശിഷ് നേഗി പറഞ്ഞതാണ്. താങ്ക് യു.